അപ്പോൾ നമ്മൾ സുവേദി പാർക്കിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ സുവേദി പാർക്കിൽ വന്നേക്കാണ്. നമ്മൾ ആ സുവേദി പാർക്കിനുള്ളിലേക്ക് കിടക്കുകയാണ്. നല്ല അടിപൊളിയാണ്. ആദ്യം തന്നെ അവർ നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ സുവേദി പാർക്കിനുള്ളിൽ നിൽക്കുകയാണ്. അതെ, സുവേദി പാർക്കിനുള്ളിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ സുവേദി പാർക്കിനുള്ളിൽ നിൽക്കുകയാണ്. ഭയങ്കര പാട്ടും ബഹളവുമാണ് പുറകില്. അതെ, ഓരോ ദിവസം ഓരോ രാജ്യത്തിന്റെ പ്രോഗ്രാമുകളൊക്കെയാണ്. നമ്മളിന്ന് വന്നേക്ക് പേരാന്ന് അറിയത്തില്ല, നമ്മൾ വന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. എത്യോപ്യയുടെ ഉണ്ടോ, എത്യോപ്യ കാണിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശ് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവർ ഇതിന്റെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ അതിനകത്തേക്ക് പോവുകയാണ്. നമ്മളിതാ സുവേദി പാർക്കിനുള്ളിലേക്ക് കടക്കുകയാണ്. ഇവരുണ്ടാക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല രസമുണ്ട് ഈ പ്രാവശ്യം കാണാനായിട്ട്. എന്ത് തിരക്കാൻ നോക്കി. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് കാണാനൊക്കെ പറ്റും. എന്തോരം ആൾക്കാരുണ്ടെന്ന്. സുവേദി പാർക്കിലൂടെ നിൽക്കുകയാണ്. തിരക്കാണല്ലേ, എന്നാ തിരക്കാന്ന് നോക്കി. ഇത്രയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബ്രേക്കാണ്. ഭയങ്കര തിരക്കാണ്. ഞങ്ങളത് നടുക്ക് വയ്ക്കുവായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആൾക്കാരെ കൊണ്ടിട്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഫുള്ള് ജനങ്ങളാണ്, ഭയങ്കര തിരക്കാണ് അതിനകത്ത്. ഇനി ഇവിടെ ഫുഡൊക്കെ എന്താന്ന് നോക്കാം. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കുകയാണ്. ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ്. പഞ്ചാബി മ്യൂസിക് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു അല്ലേ. അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ഒറിജിനലാണ്, ഒറിജിനൽ ഫ്ലവറാണ്. നല്ല മണമുണ്ടായിരുന്നു. അബഹയിൽ പോയപ്പോ നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ അബഹയിൽ വെച്ചത് സെയിം പൂ. അതെ, 15 രൂപയാണ്. കുറേ സ്വീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഹൽവ أصابع بالقشطة سوي صورة طيب لازم يشتري طيب. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതുവഴിയൊക്കെ നടക്കുകയാണ്. ഇനി ഒരു ഫുള്ള് ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട് എന്തൊക്കെയോ. ആദ്യം തന്നെ അലുവയൊക്കെ തന്നു. പുള്ളിക്കാരി നല്ല ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി തരികയാണ്. ബസ്ബൂസ ലോട്ടസ് സ്വീറ്റ് ഐറ്റമാണ്. നമ്മളത് മേടിച്ച് അതിനകത്ത് ചോക്ലേറ്റ് ഒക്കെ അവർ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി തരികയാണ്. ബസ്ബൂസ ലോട്ടസ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അതെ അതെ കുനാഫയുടെ വേറൊരു ടേസ്റ്റ് വരും. അതിന് കുറേ അവർ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബസ്ബൂസ ലോട്ടസ് അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുനാഫയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട്
ആണ് അടിപൊളിയായിട്ട്. ഇത് കണ്ട ശരിക്കും കുണാഫ പോലെ തന്നെയാണ്. അതിനകത്ത് ചീസൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് അവര് ചോക്ലേറ്റിന്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓ ഇതിവിടെ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അവിടെ മേടിച്ചു കഴിഞ്ഞാൽ തേനാണ്, എല്ലായിടത്തും തേനാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇതുവഴി കൂടെ നടക്കുകയാണ്. ഓരോ സ്വീറ്റ്സും അതും ഇതും ജ്യൂസും ഒക്കെ ഉണ്ട്. ഇവിടെ ഗാവയാണ്. എന്തോ തിരക്കാണ് നോക്കി, ആൾക്കാരെല്ലാം ഇങ്ങനെ നടക്കുമോ. ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കാം. ഇങ്ങനെ അവർ സൈഡിലെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷവർമ കഴിക്കാനുള്ള തിരക്കാണ്. ഇപ്പം എന്നാ ക്യൂ ആ നോക്കിയിട്ട്. ഡൊമിനോസിലും ഭയങ്കര തിരക്കാണ്. എല്ലായിടത്തും തിരക്കാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. അവിടെയും തിരക്കാണ് ഭയങ്കര. ഇവിടെ നൂഡിൽസ് ഒക്കെ മേടിച്ചിട്ട് കഴിക്കാം. സുവേദി പാർക്കിൽ നിൽക്കുകയാണ്. സുവേദി പാർക്കിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല നല്ല കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡ് ട്രക്കുകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം അല്ലേ. കുറേ അറബിക് ഡിഷസുകളൊക്കെ ഉണ്ട്. പിന്നെ നൂഡിൽസ് ഒക്കെയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ഭയങ്കര തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇവിടെ സൗദിയിൽ ഇങ്ങനെ ഒരു പാട്ട്, ഇങ്ങനെ ഡാൻസ്, ഇതൊക്കെ കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം. ആ ഒരു ആദ്യത്തെ കുറച്ച് കാവടിയൊക്കെ പോലെ നമ്മുടെ നാട്ടിലേക്ക് കാവടിയൊക്കെ തുള്ളത്തില്ലേ, അതൊക്കെ അവർ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്നൊരു ഫീലിംഗ് ആണ് ആ സമയത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കുണ്ട്. പുറകിലോട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും. ആളുകൾ ഈ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര തിരക്കാണ്. നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. ആ സ്റ്റാർ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അവിടെ നിലത്തിരിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ. അതെ, ഇവിടെ ഫുഡ് ഇപ്പൊ ഇപ്പുറത്ത് ഈ കാണുന്ന മൊത്തം ഫുഡ് സെക്ഷൻ. അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അവർ ഫുൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഭയങ്കര തിരക്കാണ്. എന്തോരം ആളുകൾ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്തിരുന്ന് കാണാൻ പറ്റാത്തത് പല പ്രോഗ്രാമും ഇവിടെ സ്ക്രീനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുട്ടികൾക്ക് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സ്റ്റാറിനകത്ത് നിൽക്കും അല്ലേ. വെറൈറ്റി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം കുറച്ചുകൂടെ അടിപൊളിയായി. ഈ പ്രാവശ്യം ഫുള്ള് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ്. എന്തൊരാളുകൾ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഫുള്ള് സീറ്റൊക്കെ ഇട്ട് ആ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാം. നമ്മൾ ഇവിടുന്ന് ഫുഡ് 1-2 സാധനമൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ഭയങ്കര സമയം എടുക്കും. ഭയങ്കര ക്യൂ ആണ് അല്ലേ. ആ സമയം നമുക്ക് വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അത് കാരണം ഞങ്ങൾ അധികം നേരം നിന്നില്ല. ആ ഷവർമയുടെ അവിടെയൊക്കെ എന്ത് തിരക്കാണ്. ഡൊമിനോസിൻ്റെയൊക്കെ അവിടെ ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ തിരക്കാണ്. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് ഭയങ്കര വൈബാണ്. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. ആ ലൈറ്റൊക്കെ അതുപോലെയാണ്. അതായത് ഇവിടെ കിഡ്സിനൊരു സ്പെഷ്യൽ ഏരിയയാണ് കൊടുത്തേക്കുക. കിഡ്സ് ഏരിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുക. അവിടെ എന്ത് വേണേലും അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് കണ്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഈന്തപ്പനകൾക്കൊക്കെ ഒത്തിരി ലൈറ്റൊക്കെ കൊടുത്തു. ഈ പ്രാവശ്യം അത് ചെയ്തിട്ടില്ല. ഇവർ ഇങ്ങനത്തെ ലൈറ്റുകൾ കൂടുതലൂടെ കൊടുത്തു. ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവലിൻ്റെ മൂട, ഒരു ഉത്സവത്തിന് പോയ പ്രതീതിയാണ്. ആന ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ആന വരുമ്പോൾ ഒരു മ്യൂസിക് ഇല്ലേ, ആ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പക്ഷികളെ എന്നാലും നമുക്ക് ഇതിനകത്ത് കയറിയതാണ്. കയ്യിൽ വെക്കാൻ പറ്റും പക്ഷികളെ. അതാ ഇവിടെ കുറേ എണ്ണമുണ്ട്. നമ്മുടെ മാഷ്മലോടെ കഴിക്കാനുള്ളത്തേക്ക് ഇവിടെ മാറ്റൊക്കെ ഇട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കലാണ്.
ഇവിടെ എല്ലാ രാജ്യങ്ങളിലെ പേരുണ്ട്. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വന്നേക്കാണ് എല്ലോ തിരക്കാണ്. I love India എന്നാണ്. ഓരോ രാജ്യത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഓരോരുത്തർ ആ ഒരു രാജ്യത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ? സുവേദി പാർക്കിന്റെ കാഴ്ചകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ റിയാദിലുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വരിക അല്ലേ? അതെ, അടിപൊളിയാണ്. ഫ്രീ ആണ്, ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഈ ബുക്ക് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു പാർക്കിംഗ് കിട്ടും, ഇനി നമുക്ക് ഒത്തിരി ദൂരെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഡാൻസ് എല്ലാം കണ്ട് നമുക്ക് പോകാം. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. അൽഖർജി പോകണമല്ലോ. അപ്പം നമ്മൾ റിയാദിൽ നിന്ന് അൽഖർജി വരെ പോകണം. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ്. എന്തായാലും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കാം. എന്തോരോ ആളുകളാണെന്നറിയാം ഇവിടെ. ഭയങ്കര തിരക്കാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.